പേരത്തെ സഫാത്ത് പദങ്ങൾ കൊടുങ്ങാണ്. എന്തെന്ന് ചോദിച്ചാല് ലി അംരിമാം ലഈഫായ ഹദീസിന്റെ തരീഫ് എന്താ? സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ ലഈഫാണോ? ആവർത്തിച്ച് ചോദിക്കുന്നു. അപ്പൊ അയാളെ വക ആകാമല്ല. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ പറയണം. ഇമാം സുയൂത്തി തങ്ങൾ പറയണം. ഞങ്ങൾ പറയട്ടെ. കൊണ്ടുവരി وقولهم الحفاظ هذا حديث حسن الاسناد او صحيحة دون قولهم حديث صحيح او حسن لانه قد يصح او يحسن الاسناد. അവിടെയാണ് ജവാബ്. അതേ വായിക്കാം. ഞാൻ അർത്ഥം വെക്കാം. അർത്ഥം വെക്കാല് 7 മിനിറ്റ് ഫുള്ളും അർത്ഥം വെച്ചാലാ. നിങ്ങളമാതിരി ഫസ്റ്റ് മൂടി പിന്നെ മറച്ചു വാക്കുന്നവരല്ല. കേട്ടോളി. വഖൗലുഹും ഹാഫിളീങ്ങൾ ഒരു വാക്ക് പറയുമ്പോ, ആര് പറയുമ്പോ? ഹാഫിളീങ്ങൾ ഒരു വാക്ക് പറയുമ്പോ ഹാദാ ഹദീസുൻ ഹസനുൽ ഇസ്നാദി, ഇതെന്താണ്? ഇസ്നാദ് ഹസനായ ഹദീസാണ്. ഔ സ്വഹീഹുഹു, അതല്ലെങ്കിൽ ഇസ്നാദ് സ്വഹീഹായ ഹദീസാണ്. ദൂന ഖൗലിഹിം, അവര് പറയാതെ ഹദീസുൻ സ്വഹീഹുൻ ഔ ഹസനുൻ എന്നൊന്നും പറയാതെ ഇങ്ങനെ പറഞ്ഞാൽ ലി അന്നഹു ഖദ് യസിഹു, അതെന്താകാം? ചിലപ്പോൾ സ്വഹീഹാകാം. അല്ലാഹു അക്ബർ. പിന്നെന്താ നിങ്ങൾ പറഞ്ഞ ഔ യഹ്സുനുൽ ഇസ്നാദു, അതല്ലെങ്കിൽ ഇസ്നാദ് ഹസനാകാം. പിന്നെന്താ? ഇതാണ് മത്തിന്. അപ്പൊ എന്ത് കിട്ടി? ഞാൻ പറയട്ടെ, ചാടണ്ട. അപ്പൊ നിങ്ങൾ മൂടി വെച്ചതാണ്. ബാക്കി കേട്ടോ. ലിസിഖത്തി റിജാലിഹി, ആ ഹദീസ് ഉദ്ധരിച്ച റാവികൾ നല്ല വിശ്വസ്തരായതിന് വേണ്ടി ആ ഹദീസ് ഹസനായി തീരും. ദൂനൽ മത്തിന്, മത്തിന് കൂടാതെ. അപ്പൊ മത്തിനിലേക്ക് ആവശ്യം ഇല്ല. ഇത് റാവികളുടെ വിഷയത്തിലേക്ക് നോക്കിട്ടാ. ഹബീബെ ലിസിഖത്തി റിജാലിഹി, അതിനർത്ഥം എന്താ? ഈ ഹദീസ് ഉദ്ധരിച്ച ആ റാവികൾ സ്വീകാര്യരായതിന് വേണ്ടി ഈ ഹദീസ് സ്വഹീഹാണ്. ദൂനൽ മത്തി, ഇത് നിങ്ങൾ മൂടിയതല്ലേ? ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ ഒരു വാക്കും പിന്നെ ഇടയിൽ മൂടി വെച്ചിട്ടാണ് ബാക്കി വായിക്കേണ്ടത്? ഇന്നാലിൽ വായിച്ചിട്ടില്ല. ഇപ്പൊ ചെക്ക് ചെയ്യണം. നിങ്ങൾ ഫുള്ളും വായിച്ചിട്ടില്ല. പച്ചക്കള്ളം സമ്മതിക്കില്ല. പച്ചക്കള്ളം മധ്യസ്ഥമാർ തീരുമാനിക്കണം. ഇത് വിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ വായിക്കും. അവിടെ നിങ്ങൾ പറയട്ടെ, ഇത് ഞങ്ങളുടെ സമയമാ. ഞാൻ ചോദിക്കണം, മധ്യസ്ഥൻ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഞാൻ പറയുന്നു, ഒരു കിതാബിലെ ഒന്നാമത്തെ വരി ഒരാൾ വായിച്ചിട്ട് രണ്ടാമത്തെ വരി വായിക്കാതെ മൂന്നാമത്തെ വരി വായിക്കാൻ പറ്റുമോ? ഒരു കിതാബിലെ ഒന്നാമത്തെ വരി വായിച്ചു രണ്ടാമത്തെ വരി വായിക്കാതെ മൂന്നാമത്തെ വരി വായിക്കല ആണോ? ദജ്ജാലൂന കദ്ദാബൂന, ഒരിക്കലും അത് പറയിപ്പിക്കരുത്. ബാക്കി വായിച്ചു തരാം. ഇനി ബാക്കി വായിച്ചാൽ തന്നെ അത് മത്തിനിൽ ശുദൂദ് വന്നതാ. ദൂനൽ മത്തിനിൻ ലി ശുദൂദിൻ ഔ ഇല്ലത്തിൻ, ഇല്ലത്തിന് വേണ്ടിയോ ശുദൂദിന് വേണ്ടിയോ മത്തിനിൽ നോക്കേണ്ടതില്ല. ഈ വിഷയം റാവി. ദൂനാട് അർത്ഥം എന്താ? ദൂനാട ഒഴികെ എന്നല്ലേ? നിങ്ങൾ കിതാബ് പഠിക്കുന്ന ഉത്തരവാദിയാ. ദൂനാട് അർത്ഥം എന്താ? താഴെ പറയും. ദൂനാട് അർത്ഥം എന്താ? ദൂനാട് അർത്ഥം പറയും. പുതിയ മനസ്സിലാവട്ടെ. ദൂനാട് അർത്ഥം പറയും. ധൈര്യമുണ്ട് നിങ്ങൾക്ക്? ദൂനാട് അർത്ഥം പറയും. ദൂന എന്ന വാക്കിന്റെ അർത്ഥം പറയൂ മൗലവി. എന്താ ദൂനാട് അർത്ഥം? കണ്ട ദൂനാട് അർത്ഥം എന്താ? ഒഴികെ ദൂന. അപ്പൊ ഒഴികെ എന്ന് പറയുമ്പോ ഈ വിഷയത്തിന് ബാധകമല്ലെന്നല്ലേ? ഇത് ഇത്ര ലാഹിറല്ലേ? ദൂനാട് അർത്ഥം എന്താ? മൗലവിമാരെ ശ്രദ്ധിച്ചോടി. കിതാബ് മൂടി വെച്ച് ഇമാം സുയൂത്തിയുടെ കിതാബ് മൂടി വെച്ചിട്ട് പച്ചക്കള്ളം സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാ അത് ലഈഫാണെന്ന് ഇമാം സുയൂത്തി പറഞ്ഞു പോൽ. സുബ്ഹാനല്ലാഹ്. പച്ചക്കള്ളം ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല. ദൂനാട് അർത്ഥം പറഞ്ഞിട്ടില്ല. എവിടെ കിതാബ് കാണിച്ചാൽ? ഈ കിതാബിൽ കാണിച്ചുണ്ടാ? ഖദ് യസിഹു എന്ന് പറഞ്ഞാല് ലഈഫാകാനാ? ചിലപ്പോ സ്വഹീഹ് എന്ന് പറഞ്ഞാല് ഞാൻ ചോദിക്കട്ടെ, ചിലപ്പോൾ സ്വഹീഹാകുമെന്ന് പറയുമ്പോ അവിട്ട് കൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് നേരെ അഭിങ്ങോട്ട് വന്നിട്ടുണ്ടാവും. ജാഅനി അംറുൻ ഔ സൈദുൻ, അതിന്റെ അർത്ഥം എന്താ? എന്റെ അടുക്കലേക്ക് അംർ വന്നു, അതല്ല സെയ്ദ് വന്നു. അപ്പൊ രണ്ടാലും വിഷയം അവിടെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ നഹ്വ് പഠിക്കാതെ ഉത്തരവാദിയാ എന്നതുപോലെ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്ത് പറയുന്നു, ഒന്നുകിൽ ലി അന്നഹു ഖദ് യസിഹു, ചിലപ്പോൾ അത് സ്വഹീഹാകാം. ഔ യഹ്സുനുൽ ഇസ്നാദു, സനദ് ഹസനാവുന്നു. ദഈഫ് എന്ന് ഇവിടെ പറഞ്ഞു.
അത് മത്തിന് കൂടാതെ, മത്തിന് ഒഴികെ, മത്തിനിട്ട് നോക്കണ്ട. ഇത് റാവികളുടെ വിഷയമാണ്. നിങ്ങൾ അർത്ഥം വെക്കും. നിങ്ങൾ ഇൻഷാ നിങ്ങളുടെ സമയത്ത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മാന്യമായ ഇടപെടൽ. ഒരു വിഷയം ഒരു കിതാബിൽ നിന്നൊരു ഇബാറത്ത് വായിക്കുമ്പോൾ അതിൽ പറഞ്ഞ വിഷയം ഞാൻ ഒന്നുകൂടി സ്പഷ്ടമാക്കി പറയുകയാണ്. സ്വഹീഹുൽ ഇസ്നാദ് എന്നും ഹാദാ ഹദീസുൻ സ്വഹീഹുൻ എന്ന് പറയാതെ ഹുഫാദികൾ സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ കിതാബ് തിരിയുന്നവരുണ്ടോ കേട്ടു പഠിച്ചോളൂ. അങ്ങനത്തെ ഹദീസ് ഒന്നുകിൽ സ്വഹീഹാണ്, അതല്ലെങ്കിൽ ഹസനാണ്, അതല്ലാതെ ദഈഫ് ആകില്ല. ഇതിന്റെ അപ്പുറം എന്താ വ്യക്തമാണ്? ഒന്നുകിൽ സ്വഹീഹ്, അതല്ലെങ്കിൽ ഹസൻ. ഈ മൗലവി പറഞ്ഞത് മൗദൂ ആകാം, മുൻകറും ആകാം, ദഈഫും ആകാം, എല്ലാം ആകാം. ഇങ്ങനെ ഒരിക്കലും മൂടി വെച്ച് വായിക്കരുത് മൗലവി, ഒരിക്കലും മൂടി വെച്ച് വായിക്കരുത്. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സംഘാടകരോട്, ഇങ്ങനെയൊക്കെ കള്ളത്തരം കാണിക്കുന്ന സത്യം മനസ്സിലാക്കാൻ വേണ്ടിട്ടാ? ഇങ്ങനത്തെ കള്ളത്തരം കാണിക്കുന്ന സത്യം മനസ്സിലാക്കാനാ? ആർക്കും പരിശോധിച്ചു നോക്കാം അയാളെ വീഡിയോ. അയാൾ ഒരു വരി കട്ടിട്ടാണ് ബാക്കി വായിച്ചത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, സ്വഹീഹുൻ ഹാദാ കേട്ടോളി, ആ കിതാബിൽ പറഞ്ഞത് ഹാദാ ഹദീസുൻ സ്വഹീഹുൻ എന്ന് പറയാതെ സ്വഹീഹുൽ ഇസ്നാദി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഹദീസ് സ്വഹീഹാണ്, അതല്ലെങ്കിൽ ഹസനാണ്, ദഈഫാവില്ല. വ്യക്തമല്ല കിതാബിൽ? സുബ്ഹാനല്ലാഹ്.